ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തിങ്കളാഴ്ച പുതിയൊരു ട്രേഡിംഗ് വീക്കിലേക്കാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും രണ്ട് തരത്തിലാണ് ഇന്നിപ്പോൾ വിപണിയിലേക്ക് നിക്ഷേപർ ഉറ്റുനോക്കുന്നത്. ഒന്ന്, മികച്ച പാദഫലങ്ങൾ റിസൾട്ട് ചെയ്ത റിലയൻസിൻ്റെയും ഒപ്പം തന്നെ HDFC ബാങ്കിൻ്റെ ആ ഒരു നമ്പേഴ്സിനോടും എങ്ങനെയായിരിക്കും വിപണി റിയാക്ട് ചെയ്യുക. മറിച്ച് ഇപ്പുറത്തെ സൈഡ് പരിശോധിക്കുമ്പോഴേക്കും പതുപോലെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നും വീണ്ടും പ്രകോപനപരമായിട്ടുള്ള അപ്ഡേഷൻസ് ആണ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇതേ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിൽ താരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഒരു പ്രസ്താവനയായിരുന്നു ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആ ഒരു പ്രസ്താവനയോട് അല്ലെങ്കിൽ അത്തരം ഒരു താരിഫ് പ്രഖ്യാപിച്ചപ്പോഴേക്കും ട്രംപിനോട് വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപെട്ട രാജ്യങ്ങളായിരുന്നു യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ രാജ്യങ്ങളുടെ മേലാണ് ഇപ്പോൾ ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തിനുമേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു നെഗോഷിയേഷൻ ടാക്ടിക് എന്ന നിലയിൽ 10% താരിഫ് ഫെബ്രുവരി 1 മുതൽ, അത് എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും മേലില്ല, ഏകദേശം 8ഓളം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മേലാണ് അത്തരമൊരു താരിഫ് ഏർപ്പെടുത്താനായിട്ട് ഇപ്പോൾ ട്രംപ് തയ്യാറായിരിക്കുന്നത്. ഇതോടുകൂടി എഗ്രിമെൻ്റ് സൈൻ ചെയ്യും. ഒരു ട്രേഡ് എഗ്രിമെൻ്റ് എന്നുള്ളത് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും സോവർണിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ചും ട്രംപിനെ പോലെ ഒരാൾ അധികാരത്തിലിരിക്കുമ്പോൾ സോവർണിറ്റിയെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കില്ല എന്നൊരു അനുമാനമാണ് ആഗോളതലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കലായിട്ടും ജിയോ ഇക്കണോമിക്കലായിട്ടും ധാരാളം ഇഷ്യൂസിലേക്ക് നയിച്ചേക്കും എന്നൊരു അനുമാനമാണ് നിലനിൽക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ് അവധിയാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ടോണിൽ ആരംഭിക്കാനുള്ളൊരു ഇൻഡിക്കേഷനാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ലഭിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുമ്പോൾ 25,694.35 എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു പ്രധാനമായിട്ടും ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടുന്നത് വളരെ ശക്തമായിട്ടൊരു റിക്കവറിക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 25,873.5 എന്നൊരു നിലയിലേക്ക് വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഹൈ ലെവൽസിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രശ്നമാണ് നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും FISൻ്റെയും DISൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു ബൈയിങ് ആൻഡ് സെല്ലിംഗ് പരിശോധിക്കുമ്പോഴേക്കും DISൻ്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ്ങിനെ ഔട്ട് നമ്പർ ചെയ്തുകൊണ്ടുള്ള ഒരു സെല്ലിംഗ് ആണ് FISൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല FISൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഡേറ്റ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 91% ഒരു ഷോർട്ട് പൊസിഷൻസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് കൂടിയാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ സംജാതമായിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇന്നൊരു ഇടിവിലേക്ക് നീങ്ങുകയാണെങ്കിൽ റീസെൻറ്റ് ലോ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന 25,473 എന്നൊരു ലെവൽ വരെ ഒരു പക്ഷേ വിപണിയിൽ ഒരു ടെസ്റ്റിംഗ് നടന്നേക്കാം. പക്ഷേ ആ ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് കവറിംഗ് റാലിക്കുള്ള ഒരു സാധ്യത പല അനലിസ്റ്റുകളും ഇപ്പോൾ മുന്നോട്ടേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 25,900 മുതൽ 26,000 എന്നൊരു സൈക്കോളജിക്കൽ മാർക്ക് വരെയുള്ളൊരു ലെവല് വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ ഹേർഡിലായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻഡെക്സുകളൊക്കെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് ആക്ട് ചെയ്തൊരു ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ IT സൂചികയായിരുന്നു. പ്രത്യേകിച്ചും ഇൻഫോസിസിൻ്റെ മികച്ച റിസൾട്ട് വന്നതിന് പിന്നാലെയാണ് അത്തരമൊരു മുന്നേറ്റം നമുക്ക് IT സൂചികകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അഡ്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, US മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുമ്പോഴേക്കും കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് സൂചികയാണെങ്കിലും നാസ്ഡാക്ക് ആണെങ്കിലും S&P 500 സൂചികയാണെങ്കിലും ശരി ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ അമേരിക്കൻ വിപണികളിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു 5-6 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും 49,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരല്പം ഡിഫിക്കൽട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 49,200 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോഴേക്കും ഒരല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 26,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് കഴിഞ്ഞ 1.5 മാസമായിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 25,200 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മേജർ അമേരിക്കൻ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല.
ഇതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിലേക്ക് എത്തുമ്പോൾ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. WTI ക്രൂഡ് 0.5% ഒരു നേട്ടം നൽകുമ്പോൾ ബ്രെന്റ് ക്രൂഡിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പേഴ്സണലി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷിൽ നിന്നും ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഒരു വളരെ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ക്രൂഡിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വളരെ നല്ലൊരു ലോ റിസ്കിൽ ബുള്ളിഷ് സെറ്റപ്പ് ക്രൂഡിന്റെ കേസിൽ ഫോം ആയിട്ടുമുണ്ട്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $58.50 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ക്രൂഡ് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് $61, അതിനുശേഷം $62.50, $62.50. $62.50 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള 2 മേജർ റെസിസ്റ്റൻസ് 63.70, 65.25. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ആഗോള പരിസ്ഥിതികളുടെ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആണ് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും പുതിയൊരു റെക്കോർഡ് ഹൈയിലേക്ക് ഉയരാനായിട്ട് $4,690 എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനായിട്ട് ഇപ്പോൾ ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 1.5% നേട്ടത്തിൽ $4,668 എന്ന നിലയിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ ഗോൾഡിൽ ഉണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ഇന്ന് ഏർലി ആസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ കേസിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത്. സോ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $4,528. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ശക്തമായ ഒരു റിക്കവറിക്ക് നിഫ്റ്റി 50 ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടൊരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 25,694.35 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റി 50 ഉണ്ടാകുന്ന ഈ ഒരു ഫേസിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിയർ ടേമിൽ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് റാലിക്ക് ഉള്ളൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ജാനുവരി 5 ശേഷം വളരെ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി അതിൻ്റെ ഒരു കാരണം HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രി ആൻഡ് ITCയുടെ കേസിൽ ഈ 3 ഹെവി വെയ്റ്റ്സിന്റെ കേസിൽ വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി 50 ബെയറിഷായി മാറിയിട്ടുണ്ട്. 26,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 25,580 സപ്പോർട്ട് ശ്രദ്ധിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് 25,300 പോയിന്റിലാണ്. 25,300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറും. നിഫ്റ്റി ബാങ്കിൽ നോക്കുമ്പോഴേക്കും നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ബെറ്റർ ആയിട്ടൊരു പ്രകടനം അല്ലെങ്കിൽ ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് വെള്ളിയാഴ്ച സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പല ഹെവി വെയ്റ്റും PSU ബാങ്ക് ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു റാലിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 500 പോയിൻറ്റ്സിന് മുകളിലൊരു റാലിയായിരുന്നു നിഫ്റ്റി ബാങ്കിൽ വെള്ളിയാഴ്ച കണ്ടത്. 60,095.15 എന്ന നിലയിൽ ക്ലോസിംഗ് നടത്താനും ഒരു സ്ട്രോങ് ക്ലോസിംഗ് നടത്താനും നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. സോ നിഫ്റ്റി ബാങ്കിലുണ്ടായ ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വീണ്ടും നിയർ ടേമിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കുതിപ്പ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തുടരുന്നു. ആൻഡ് യെസ്, നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ് 60,500, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 60,900 പോയിന്റ്. എങ്കിലും ഇന്നത്തെ മാർക്കറ്റിലെ ലോ റിസ്കിലെ ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല.
അടുത്തായിട്ട് നിഫ്റ്റിയുടെ IT സൂചികയിലേക്കാണ് വരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വീക്കിലും വെള്ളിയാഴ്ചത്തെ മാത്രം ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ഒരു സ്റ്റാർ ഓഫ് ദ വീക്ക് എന്ന് പറയാൻ സാധിക്കുന്ന പ്രകടനമായിരുന്നു IT സൂചികയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 3% മുകളിലൊരു നേട്ടം ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ആ വെള്ളിയാഴ്ച നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വീക്ക്ലി ബേസിൽ പരിശോധിക്കുകയാണെങ്കിലും 2.5% മുകളിലുള്ള വീക്ക്ലി ഗെയിനും IT സൂചികയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻഫോസിസ് അടക്കം എല്ലാ ഓഹരികളിലും സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് ആണ് കണ്ടിരിക്കുന്നത്. സോ IT സൂചികയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു സ്ട്രോങ് ക്ലോസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ നിയർ ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സിനോ അല്ലെങ്കിൽ ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റിനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? So Nifty ITയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ ബുള്ളിഷ് നൗ. ബട്ട് കഴിഞ്ഞ മാസം നമുക്ക് കാണാൻ സാധിച്ച മേജർ ടോപ്പ് 39,600 പോയിന്റിലായിരുന്നു. അത് തന്നെയായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമ്മൾ TCS മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേജർ സ്റ്റോക്സിലും നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാനിടയായത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് അവേഴ്സിന് ശേഷം പല പ്രമുഖ കമ്പനികളുടെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് HDFC ബാങ്കിൻ്റെ ഒരു റിസൾട്ടായിരുന്നു. HDFC ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും നെറ്റ് പ്രോഫിറ്റിലും അസറ്റ് ക്വാളിറ്റിയിലും ഒക്കെ കൃത്യമായിട്ടൊരു വളർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ NPAയിലും ഒക്കെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് പല അനലിസ്റ്റുകളുടെയും അനുമാനങ്ങളെ മറികടന്നുകൊണ്ടൊരു വളർച്ച അവരുടെ നമ്പേഴ്സിൽ പബ്ലിഷ് ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഓഹരിയിലെ വരികയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ജനുവരി 5-ന് ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനത്തിൽ മാത്രം 0.5% ഒരു നേട്ടം നൽകിക്കൊണ്ടൊരു ക്ലോസിംഗ് നടത്തിയിട്ടുമുണ്ട്. സോ HDFC ബാങ്ക് ഓഹരികളിലുണ്ടായ ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ HDFC ബാങ്കിന്റെ റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ റിസൾട്ട് ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ഒരു ഇൻട്രാഡേ മൂവ്മെന്റിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ല, എൻ്റെ ഒരു ഫേവറേറ്റ് ബക്കറ്റ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. ഇൻഫാക്ട് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 10 വർഷമായിട്ട് ഞാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. ഈസിലി ഇന്ത്യാസ് ബെസ്റ്റ് ബാങ്ക്. എങ്കിലും ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തിനിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എസ്പെഷ്യലി അറൗണ്ട് റിസൾട്ട് ടൈം, ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിട്ടുമുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഹൗസിലും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ആഴ്ച നമുക്ക് ഷോർട്ട് കവറിങ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 960 അതിനുശേഷം 975. ഒപ്പം ICICI ബാങ്കും അവരുടെ നമ്പേഴ്സ് ശനിയാഴ്ച പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICICI ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും സ്ട്രീറ്റിൻ്റെ അനുമാനങ്ങൾക്ക് ഉയരാനായിട്ട് പല പാരാമീറ്റേഴ്സിലും കമ്പനിക്ക് ഈ ഒരു തേർഡ് ക്വാർട്ടറിൽ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവരുടെ ഒരു നെറ്റ് പ്രോഫിറ്റിലടക്കം ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഒരു വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ICICI ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ HDFC ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരല്പം ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഹെവി വെയിറ്റ് ഓഹരി കൂടിയാണിത്. സോ ICICI ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ICICI ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1360 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. എങ്കിലും കറന്റ് ലെവൽസിലെ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നിഫ്റ്റിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലേക്കാണ് വരുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു ജനുവരി 5 മുതൽ ഓൾമോസ്റ്റ് ഒരു ജനുവരി 8 വരെയുള്ള ഒരു 4 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതിന് ശേഷമുള്ള ഇങ്ങോട്ടേക്കുള്ള സെഷൻസിൽ ഗ്രാജ്വലി ആണ് എങ്കിൽ പോലും നേരെ തോതിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ വെള്ളിയാഴ്ച മാത്രം ഓൾമോസ്റ്റ് ഒരു 0.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുമുണ്ട്. സോ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിയുടെ ഡേറ്റ ലഭ്യമല്ല. ബട്ട് എങ്കിലും നമുക്ക് ചില മേജർ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ONGCയുടെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ONGCയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന് ഇമ്പോർട്ടൻസ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങളുടെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും
ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്കായിരുന്നു ONGC. ONGCക്ക് ഇൻഡെക്സിൽ വളരെ ഹെവി വെയിറ്റേജും ഉണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 240 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 253 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 260 രൂപയിലായിരിക്കും. അതേസമയം നമ്മൾ ഓയിൽ ഇന്ത്യയുടെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതേപോലെ തന്നെ വളരെ സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഈ കമ്പനിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് 454. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 470 രൂപയായിരിക്കും. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ ഭാരത് പെട്രോളിയത്തിൻ്റെ കേസ് നോക്കുമ്പോഴേക്കും വളരെ ഹൈ വോളറ്റിലിറ്റി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് സൈഡ് വേസ്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 380 ആയിരിക്കും. IOCയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 165 മുതൽ 170 ഈ ഒരു റേഞ്ചിലായിരിക്കും മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. 475 മുതൽ 480 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സർ, അപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് കൂടി വരികയാണ്. റിലയൻസിനെ സംബന്ധിച്ച് അവരുടെ റിസൾട്ട് കഴിഞ്ഞ മാർക്കറ്റ് അവേഴ്സിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച നമ്പേഴ്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കമ്പനിയുടെ കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ O2C സെഗ്മെൻറ്റ്, ഓയിൽ ടു കെമിക്കൽ ബിസിനസ് സെഗ്മെൻറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള എബിഡ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് കമ്പനിയുടെ ടോട്ടൽ എബിഡ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 7th ക്വാർട്ടർ ഹൈ ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എബിഡ എന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ജിയോയുടെ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇനി കമ്പനിയുടെ ഒരു ഏർണിങ്സിനെ ബാധിക്കുക എന്നുള്ള അനുമാനമാണ് പല അനലിസ്റ്റുകളും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഇനി ഓഹരികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ HDFC ബാങ്കിൽ കണ്ടതുപോലെ തന്നെ ജനുവരി 5-ന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ മാസീവായിട്ടുള്ള സെല്ലിംഗ് പക്ഷേ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ വെള്ളിയാഴ്ചത്തെ ഒരു മൂവ്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നു. സോ റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം തന്നെ ഈ റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, റിലയൻസ് ഇൻഡസ്ട്രിയുടെ സെൽ ഓഫ് ആയിരുന്നു നിഫ്റ്റി 50-യിൽ വീക്ക്നെസ് കാണാൻ പ്രധാന ഒരു റീസൺ. ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിലും വളരെ സിമിലർ പാറ്റേൺ ലൈക്ക് ദ നിഫ്റ്റി 50. ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിക്കഴിഞ്ഞു. ഷോർട്ട് ടേം ട്രെൻഡ് വീക്ക്നെസ് കാണുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1530 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1435 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആസ് ഫാർ ആസ് റിസൾട്ട് ഇസ് കൺസേൺഡ് എനിക്കിതിലൊരു സർപ്രൈസസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ്സ് ക്വൈറ്റ് ലോങ് എക്സ്പെക്റ്റഡ് ലൈൻസ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്. അടുത്തായിട്ട് ഗെയിലിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഗെയിലിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച 0.5% ഒരു നഷ്ടത്തിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഡെയിലി ബേസിലുള്ളൊരു ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട മൂവിങ് ആവറേജിനൊക്കെ താഴെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടന്നു വരുന്നത്. പൊതുവേ ഒരു ബിയറിസ് അല്ലെങ്കിൽ ഒരു ലോവർ ടോണിലാണ് ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് പുരോഗമിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. സോ ഗെയിലിൻ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഗെയിലിൻ്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ നമുക്ക് ഇതിൻ്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 161 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 177, അതിനുശേഷം 182 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഈ 2 റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് ഏഞ്ചൽ വണ്ണിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ്? കഴിഞ്ഞ ദിവസം വളരെ മാസീവായിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് എന്ന് തന്നെ പറയത്തക്ക വിധത്തിലുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കണ്ടിരുന്നത്. പ്രത്യേകിച്ചും ജനുവരി 12 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് പലപ്പോഴും നിഫ്റ്റി 50-ൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടപ്പോൾ പോലും അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു എഫക്റ്റും ഉണ്ടാകാത്തൊരു ഓഹരി കൂടിയാണ് ഏഞ്ചൽ വൺ. അവരുടെ നമ്പേഴ്സും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏഞ്ചൽ വണ്ണിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? അല്ല, നമ്മൾ ഏഞ്ചൽ വൺ ഒക്ടോബറിന് ശേഷം നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റിലിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്.
ആൻഡ് എസ്പെഷ്യലി നവംബർ മാസത്തിന് ശേഷമുള്ള സെൽ ഓഫിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിരുന്നു. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ. 2880 റെസിസ്റ്റൻസ് ആയിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത്. കറന്റ് ലെവൽസിൽ ഹൗഎവർ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ജൂലൈയിൽ ലിസ്റ്റിംഗ് നടത്തിയ ഒരു ഓഹരിയായിരുന്നു സംഭവ് സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ജൂലൈ 22 കൂടി ഒരു ഓൾ ടൈം ഹൈയിൽ എത്തിയിരുന്നു എങ്കിൽ പോലും പിന്നീട് തുടർച്ചയായിട്ട് ഓൾമോസ്റ്റ് ഒരു 6 months ആയിട്ട് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വെള്ളിയാഴ്ച ഒരു 4% ഒരു മുന്നേറ്റവും നടത്തിയിട്ടുണ്ട്. സോ ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത മാത്രമാണോ അതോ ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുമോ? അല്ല, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാൻ പറ്റും സർ? സംഭവ് സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ്, SAMBHV സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ്. 93.25 രൂപ ഓഹരിയുടെ വില. സോ സംഭവ് സ്റ്റീലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഡിസംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ 85 രൂപയ്ക്ക് അടുത്തൊരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുമെങ്കിൽ 105 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് ഡിമാർട്ടിലേക്ക് കൂടി വരികയാണ്. ഡിമാർട്ടിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പുഷ് നേരിടും, വളരെ ഹെവി ആയിട്ടൊരു ബിയറിഷ് മോഡിൽ നിൽക്കുന്ന ഒരു ഓഹരി കൂടിയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു സെപ്റ്റംബറിന് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് സെല്ലിംഗ് പുഷ് നേരിട്ടൊരു ഓഹരി കൂടിയാണ് ഡിമാർട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസവും 1.5% നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. സോ ഡിമാർട്ടിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ്? ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അൺഫോർച്ചുനേറ്റ്ലി ഡിമാർട്ടിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ സെപ്റ്റംബർ തുടക്കം മുതൽ തന്നെ വളരെ ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 3590 ആയിരിക്കണം. ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കാം 3960. ലോങ് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ 4240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് കോൾ ഇന്ത്യയുടെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ ഏകദേശം ഒരു 0.5% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും പലപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് കോൾ ഇന്ത്യ. സോ കോൾ ഇന്ത്യയിൽ ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഡിസംബർ തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ വളരെ ഹെവി ബൈയിങ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഭാരത് കോക്കിംഗ് ഓളിൻ്റെ IPO തന്നെയായിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 423 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 442 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ചെറുതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഈ ഒരു സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല നൽകിയിരിക്കുന്നത് കൂടി പ്രത്യേകം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ഇട്ടതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.